തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. ആരാ അത്? ഇവിടുത്തെ അധ്യാപകനാ, കണക്കൻ പോറ്റി. തുടങ്ങിയൊന്നുമല്ല, ജനിച്ച മോനങ്ങനെ. ഞാനിപ്പോ ശവമാകും, എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ കർത്താവേ. ആരാ? ഇവിടൊന്നും കണ്ടിട്ടില്ലല്ലോ. കണക്കിന് വട്ടപ്പൂജ്യം മേടിച്ചപ്പോ ട്യൂഷന് ചേരാൻ വേണ്ടി വന്ന പാവം വിദ്യാർത്ഥിയാ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. വളരെ കാലത്തിന് ശേഷം ഞാൻ കണക്ക് പഠിപ്പിക്കുന്ന മഹത്തായ ദിവസം. എന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സന്തോഷമായി ഗോപിയേട്ടാ. നീ വണ്ടി സിറ്റിലോട്ട് വിട്. അതെന്താ പുള്ളി അങ്ങനെ പറഞ്ഞേ? ഇവിടുത്തെ പിള്ളേർക്ക് ഒരറിയാ ഇയാൾക്ക് കണക്കിന്റെ ഒരു മാങ്ങണ്ടി അറിയൂലാന്ന്. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? ഗുണന പട്ടിക നിശ്ചയുണ്ടോ? ഉവ് സ്കൂളിൽ പലവട്ടം പറഞ്ഞ് തെറിവിളി കേട്ടിട്ടുണ്ട്. എന്നാ പറ, കേൾക്കാലോ. 1 × 2 2, 2 × 2 4, 3 × 3 6. എന്റെ കർത്താവ്, ഇതൊരു വലിയ കുരിശായല്ലോ. പൊട്ടൻ, മരപ്പൊട്ടൻ, വളരെ മ്ലേച്ഛമായിരിക്കുന്നു. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതിപ്പോ സ്കൂളിലായിരുന്നെങ്കിൽ പകുതി ചന്തിയ പേരക്കമ്പും ഇരുന്നാനെ. ഇയാൾക്ക് വട്ടായി പോയിന്നാ തോന്നണേ. ഇയാൾ അടിച്ച് പിരിഞ്ഞിരിക്കേ. ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടു പോകുന്ന പോലെ തോന്നി. ഇനി നീ ഇങ്ങനെ പറഞ്ഞാ ഞാൻ നിന്നെ നോക്കി താവനം തേവനം പാടും കേട്ടോ. മിണ്ടാതിരിക്കുക. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. അണ്ണാക്കി വല്ല പഞ്ഞോ തുണിയോ വല്ല തള്ളി കയറ്റൽ. അയ്യോ, അതൊക്കെ വലിയ റിസ്ക്കാ. എന്നിട്ട് വരിക. എന്താ എടാ, പ്ലീസ് നാറ്റിക്കരുത്. 100 രൂപ ഗൂഗിൾ പേ ചെയ്യാ പ്ലീസ്. അപ്പൊ ഇതൊക്കെയാണ് രോഗത്തിന്റെ സ്വഭാവം. കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, വേഗം കയറിക്കോ. അല്ലെങ്കിൽ ഇയാളോട് കിടന്ന് കാലിന് കാലൊക്കെ പിടിക്കും. എവിടെ നിന്ന് കിട്ടിയോ സാധനത്തിന്? ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. തൽക്കാലം ഇത്രയും മതി. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ